ഇനി തിയേറ്ററുകളെല്ലാം പൂരപ്പറമ്പാണ്. രജനീകാന്തിന്റെ നേതൃത്വത്തിൽ സൂപ്പർ താരങ്ങളുടെ വിളയാട്ടം ലോഡിംഗ്. ഒരുങ്ങിക്കോളൂ ആരാധകരെ. രജനി ആരാധകർ കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പടമിത എത്താറായി. അതിനിടയിൽ റിലീസാകും മുന്നേ കൂലിക്ക് 42 കോടി ലഭിച്ചിരിക്കുകയാണ്. വമ്പൻ അപ്ഡേറ്റാണ് സിനിമയുടേതായി പുറത്തുവരുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി. തമിഴകത്തിന്റെ രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും ആവേശത്തോടെയാണ് രജനി ആരാധകർ സ്വീകരിക്കുന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന സിനിമയുടെ ചിത്രീകരണം അടുത്തിടെയാണ് അവസാനിച്ചത്. ഓഗസ്റ്റ് 14 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കൂലി എത്തും. പുതിയ പോസ്റ്റർ പങ്കുവച്ചാണ് ഇതിന്റെ പ്രഖ്യാപനം. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റേതായി ഒടുവിൽ വന്നത് വേട്ടയനായിരുന്നു. ഇപ്പോഴിതാ റിലീസാകും മുന്നേ കൂലിക്ക് 42 കോടി കിട്ടിയിരിക്കുന്നു. വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂലിയുടെ തെലുങ്ക് ഡബ്ബ് പതിപ്പിന്റെ തിയേറ്റർ റൈറ്റ്സ് വൻ തുകയ്ക്കാണ് വിറ്റുപോയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 42 കോടിക്കാണ് ചിത്രത്തിന്റെ തിയേറ്റർ റൈറ്റ്സ് വിറ്റിരിക്കുന്നത്. ആവേശത്തോടെയാണ് ആരാധകർ കൂലിക്കായി കാത്തിരിക്കുന്നത്. അതേസമയം സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് ചിത്രം ലിയോയാണ്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ ഒരു ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയമാണ് നേടാനായത്. തമിഴകത്ത് ഇൻഡസ്ട്രി ഹിറ്റാകാനും വിജയ് ചിത്രത്തിന് സാധിച്ചു. നേരത്തെ രജനീകാന്തിന്റെ പിറന്നാൾ ദിനത്തിൽ കൂലിയുടെ ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരുന്നു. വലിയ സ്വീകരണമാണ് അതിന് ലഭിച്ചത്. ലോകേഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമയുടെ ടീസർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. ടീസർ പുറത്തുവരുന്നതോടുകൂടി സിനിമയുടെ ഹൈപ്പ് വലിയ തോതിൽ കൂടുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിജയ് ചിത്രം ലിയോയെ മറികടക്കാനും കൂലിക്ക് സാധിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.